Good afternoon. Good afternoon. Good afternoon, madam. Good afternoon, Miss. Good afternoon. ഇന്നത്തെ വായിച്ചില്ലേ? രാത്രി വായിച്ചു വെക്കോ? ഞാൻ ഫസ്റ്റ് ഡേ ആണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തേക്കണത്. ആണല്ലേ? ഓക്കെ ഓക്കെ. റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ് ഉണ്ടാവും, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ. വായിച്ചു മിസ്. വായിച്ചല്ലേ? ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞേ, നർമ്മദ നദിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഉത്ഭവം എവിടെന്നാ? മധ്യപ്രദേശിലെ അനുപൂർ ജില്ലയിലെ മൈക്കല മരനിലകൾക്ക് അടുത്തുള്ള അമർഘട്ട് പീഠഭൂമിയിൽ നിന്ന്. ഓക്കെ. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളില് എന്താ പ്രത്യേകത? ഏറ്റവും വലുത്. ഏറ്റവും വലിയ നദി അല്ലേ? പിന്നെ ഇന്ത്യയിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദി. നീളം കൂടിയ നദി അല്ലെ? ഓക്കെ. അപ്പൊ പീഠഭൂമിയിലെ പറഞ്ഞേ, ബാക്കി 4 സ്ഥാനങ്ങളൊന്ന് പറഞ്ഞേ, ഏതൊക്കെയാ വരുന്നേ? ഗംഗ, ഗോദാവരി, കൃഷ്ണ, യമുന, നർമ്മദ. ഗംഗ, ഗോദാവരി, കൃഷ്ണ, യമുന കേട്ടോ. ആ ക്രമം തെറ്റിപ്പോവരുത് കേട്ടോ. ഗംഗ, ഗോദാവരി, കൃഷ്ണ, യമുന, പിന്നീട് വരുന്നതാണ് നർമ്മദ. അതാണ് 5ാം സ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഉപദ്വീപീയ നദികളില് നീളം കൂടിയ 3ാമത്തെ നദി. സ്ഥാനം ഏതൊക്കെയാ? കൃഷ്ണയും. ഗോദാവരിയും കൃഷ്ണയും. പിന്നെ ഇതെങ്ങനെയാ ഒഴുകുന്നേ? എന്ത് താഴ്വരയിലൂടെ ഒഴുകുന്നേന്ന് പറഞ്ഞു ഇന്നലെ? ഭ്രംശ താഴ്വരയിലൂടെ. ഭ്രംശ താഴ്വരയിലൂടെ അല്ലെ? ഒരു സ്ഥാനം പറഞ്ഞിരുന്നു അല്ലെ? വടക്കും തെക്കും ഒരു സ്ഥാനം പറഞ്ഞിരുന്നു ഞാൻ. എങ്ങനെയാ? വടക്ക് വിന്ധ്യ പർവ്വതത്തിനും തെക്ക് സത്പുര പർവ്വതത്തിനും. വടക്ക് വിന്ധ്യക്കും തെക്ക് സത്പുരയ്ക്കും ഇടയിലൂടെയുള്ള ഭ്രംശ താഴ്വരയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ പഴയകാല പേരെന്താ? ദേവ എന്നാണ് പഴയകാല പേര്. ഇനി വേറൊരു പ്രത്യേകത എന്താണ്? ഇന്ത്യയെ വടക്കേ വേർതിരിക്കുന്ന നദി. ഓക്കെ. ഇനി നർമ്മദ എന്ന വാക്കിന് അർത്ഥം എന്താ? സന്തോഷം നൽകുന്നത്. സന്തോഷം നൽകുന്ന നദി. ഓക്കെ. ഇനി എന്താ ഒരു ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്ന നദിയാണ് നർമ്മദ. മാർബിൾ ശിലയിൽ മനോഹരമായിട്ടുള്ള ഗിരികന്ധര താഴ്വര സൃഷ്ടിക്കുന്ന നദി. ഇനി അടുത്തൊരു പോയിന്റ്, ഇത് ഇവിടെ വരെയല്ലേ നമ്മളെ നിർത്തിയത്? ഓക്കെ. ഇനി അടുത്തത് ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഓക്കെ. ഡെക്കാൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്നു അല്ലെ? മാൾവ എന്ന് പറയുന്നത് നോർത്തിനാണ് അല്ലെ? മധ്യമേടിന്റെ ഭാഗമായിട്ടുള്ളതാണ് മാൾവ. ഡെക്കാൻ എന്ന് പറയുന്നത് എന്താണ്? തൊട്ട് താഴെ അല്ലെ? സൗത്തിലായിട്ടാണ്. അപ്പൊ ഇതിനിടയിലായിട്ട് അല്ലെ? ഇതിന്റെ നടുക്ക് മിഡിൽ പോർഷനിലായിട്ട് ഒഴുകുന്ന നദിയാണ് നർമ്മദ. ഓക്കെ. ഡെക്കാൻ പീഠഭൂമിക്കും അതുപോലെ തന്നെ മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദി. നിങ്ങൾക്ക് ആ മാപ്പ് കാണിക്കണോ? എന്നിട്ട് സ്ലൈഡ് മാപ്പ് ഷെയർ ചെയ്യണോ? ഒരു മിനിറ്റ്, ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പൊ കാണിക്കാമേ. ഓക്കെ. ഓക്കെ, കണ്ടോ? നർമ്മദയുടെ നോർത്തിലായിട്ട് എന്തുണ്ട്?
മാൾവ പീഠഭൂമിയാണുള്ളത്. നർമ്മദയുടെ സൗത്തിലായിട്ട് എന്താ ഉള്ളത്? ഡക്കാൻ പീഠഭൂമിയാണല്ലോ ഉള്ളത്. അപ്പൊ ഇതിനിടയിൽ കൂടി ഒഴുകുന്ന നദിയാണ് എന്ത്? നർമ്മദ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? യെസ്. ഓക്കെ. ഇനി മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. അതായത് ഈ നർമ്മദ നദി എന്താണ്? ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് എവിടെയായിരിക്കും? എവിടെയാ? മധ്യപ്രദേശ്. ഓക്കെ. അതായത് നർമ്മദാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മധ്യപ്രദേശ്, ഒന്ന് മഹാരാഷ്ട്ര, ഒന്ന് ഗുജറാത്ത് കേട്ടോ. 3 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ഒരു നദി ഒഴുകുന്നത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഓക്കെ, പിടികിട്ടിയില്ലേ? കണ്ടോ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഓക്കെ, ആ ഫ്ലോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയാണെന്ന് കേട്ടോ. ഓക്കെ, ഇപ്പൊ 3 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് മധ്യപ്രദേശിലൂടെയാണ്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണെന്ത്? നർമ്മദ എന്ന് പറയുന്ന നദി. ഇനി ആകെ ഒഴുകുന്ന ദൂരം എത്രയാണെന്നറിയോ? ഓക്കെ, 1312. 1312. ഓക്കെ, 1312 കിലോമീറ്റർ ആണ് നർമ്മദ ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത്. മധ്യപ്രദേശിലൂടെയും മഹാരാഷ്ട്രയിലൂടെയും ഗുജറാത്തിലൂടെയും ഈ നദി ഒഴുകുന്നത് എത്രയാ? 1312 കിലോമീറ്റർ ആണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് എവിടെയാ? മധ്യപ്രദേശ്. മധ്യപ്രദേശ്. അതുകൊണ്ട് തന്നെ എന്താ വിശേഷിപ്പിക്കുന്നേ? മധ്യപ്രദേശിന്റെ ജീവരേഖ. ഓക്കെ, ഇനി മധ്യപ്രദേശിലൂടെ ഒഴുകുന്നത് എത്ര ദൂരം ആയിരിക്കും? അപ്പോ അറിയാമോ ആർക്കെങ്കിലും? ആകെ ഒഴുകുന്നതാണ് 1312 കിലോമീറ്റർ അല്ലെ? അപ്പൊ മധ്യപ്രദേശിലൂടെ ഒഴുകുന്നത് എത്രയായിരിക്കും? അറിയില്ല. 1077 കിലോമീറ്റർ ആണ് കേട്ടോ. 1077 കേട്ടോ. 1077 കിലോമീറ്റർ ആണ് മധ്യപ്രദേശിലൂടെ ഈ നദി ഒഴുകുന്നത്. കണ്ടോ? അപ്പൊ മെജോറിറ്റി പോർഷനും ഒഴുകുന്നത് മധ്യപ്രദേശിലാണ്. കിലോമീറ്ററിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും 1077 കിലോമീറ്റർ ഒഴുകുന്നു. അതുകൊണ്ട് തന്നെയാണ് മധ്യപ്രദേശിന്റെ ജീവരേഖ എന്ന് ഈ നദി അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്ത് ഈ നദി ഒരു വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നുണ്ട് കേട്ടോ. മധ്യപ്രദേശിലെ ജബൽപൂർ കേട്ടോ. കണ്ടോ? ജബൽപൂർ കണ്ടോ? അതെ, സൂം ചെയ്തിട്ടുണ്ട് ഞാൻ കേട്ടോ. ഈ ഒരു ഭാഗത്താണ് എന്ത് വരുന്നത്? മധ്യപ്രദേശ് വരുന്നത് കേട്ടോ. മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്ത് ഈ നദി ഒരു വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നു. ആ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താ? അറിയാമോ ആർക്കെങ്കിലും? ദുവാന്തർ. ദുവാന്തർ കേട്ടോ. ദുവാന്തർ എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നത് നർമ്മദ നദിയാണ്. ഓക്കെ, നിങ്ങൾ ഈ മാപ്പ് ഒരു ഔട്ട്ലൈൻ പോലെ ഒന്ന് വരച്ച് നിങ്ങളുടെ ബുക്കില് വരക്കുന്നുണ്ടോ? ഒന്ന് വരച്ചൊരു ഔട്ട്ലൈൻ പോലെ. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് അടയാളപ്പെടുത്തി. അങ്ങനെയാ ജോഗ്രഫി പഠിക്കണ്ടേ കേട്ടോ. മാം, വെള്ളച്ചാട്ടത്തിന്റെ പേരെന്തേനു? ദുവാന്തർ കേട്ടോ. ദുവാന്തർ. വരച്ചോ? ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചാൽ മതി കേട്ടോ. ആ ഒരു ത്രികോണാകൃതിയുടെ ആ ഒരു ഭാഗം കിട്ടിയാൽ മതി കേട്ടോ. മധ്യപ്രദേശും ഗുജറാത്തും മഹാരാഷ്ട്രയൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകുന്ന ഒരു ഭാഗം കിട്ടിയാൽ മതി. മിഡിൽ പോർഷൻ കേട്ടോ. കണ്ടോ? ആ താഴ്ഭാഗം മാത്രം ഒന്ന് വരച്ചാൽ മതി. വരച്ചോ നിങ്ങള്? ഓക്കെ, ഇനി എന്താ കൊടുക്കണ്ടേ? മൗത്ത് കൊടുക്കണം. ഉത്ഭവം കൊടുക്കണ്ടേ? ഉത്ഭവം എവിടെയാ? ഉത്ഭവം എവിടെയാ? മധ്യപ്രദേശിലെ അനുപൂർ ജില്ലയിലെ മൈക്കലൻഡുകൾ. അതായത് നിങ്ങൾ ആ ഒരു ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം മധ്യപ്രദേശ് ആ ഒരു സംസ്ഥാനം കണ്ട ഈ ഒരു മിഡിൽ പോർഷനിലായിട്ട് മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒന്ന് കവർ ചെയ്യാം.
അതിന്റെ ഉള്ളില് അതായത് ആ മിഡിൽ പോർഷനിലായിട്ട് ഒരു വട്ടം വരച്ചു വെക്കുക. അത് മധ്യപ്രദേശിൽ എഴുതാം. എം എന്ന് എഴുതിയാൽ മതി. അതിന്റെ തൊട്ട് താഴെ എന്ന് പറയാൻ പറ്റില്ല, ലെഫ്റ്റ് സൈഡിലായിട്ട് ഉണ്ടോ, അതായത് ആ ഇന്ത്യ എന്ന് പറയുന്നതിന്റെ ലെഫ്റ്റ് സൈഡ് ദേവാസ് എന്ന് രേഖപ്പെടുത്തിയേക്കുന്നില്ലേ, നർമ്മദ ഒഴുകുന്നത് കണ്ടില്ലേ? കണ്ടില്ലേ നിങ്ങള്? കണ്ടു. അതിന്റെ താഴ്ഭാഗത്തായിട്ട് ആ ഭുവാസി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന താഴ്ഭാഗത്തായിട്ട് നിങ്ങൾ മഹാരാഷ്ട്ര എന്ന് സർക്കിൾ ചെയ്യുക. മഹാരാഷ്ട്ര വീണ്ടും താഴത്തോട്ടാണ് കേട്ടോ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടാ. മഹാരാഷ്ട്ര എന്നൊന്ന് സർക്കിൾ ചെയ്യാ. പിന്നെ നർമ്മദയുടെ ഫ്ലോ അവസാനിക്കുന്നത് കണ്ടില്ലേ? അവിടെ ഗുജറാത്ത് കേട്ടോ. അവിടെ ആ ഒരു ഭാഗത്തായിട്ട് ഗുജറാത്ത് എന്നൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. മൗത്ത് വന്നിട്ട് രേഖപ്പെടുത്തുക, ഉത്ഭവം രേഖപ്പെടുത്തുക. അനുപൂർ എന്ന് എഴുതി വെക്കുക കേട്ടോ. മധ്യപ്രദേശിൽ നിന്ന് സർക്കിൾ ചെയ്തേക്കണ ആ ഒരു കോളത്തില് അനുപൂർ എന്ന് രേഖപ്പെടുത്തി വെക്കുക കേട്ടോ. അനുപൂർ ഉത്ഭവം. ഇത് അറബിക്കടലിൽ ജോയിൻ ചെയ്യുന്നില്ലേ? എന്താ? ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എൻഡിങ് ആയിട്ടാണല്ലോ കാണുന്നത്. ഗുജറാത്തിലൂടെ ഒഴുകിയിട്ടാണ് അറബിക്കടലിലേക്ക് വന്ന് പതിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇന്ത്യനത് കാണുന്നില്ല. മൗത്ത് അത് പറയാട്ടോ, പറയാം. ഇത് ആദ്യം എഴുതി ഒന്ന് വെക്ക. അനുപൂർ എഴുതിയോ? എഴുതി. എന്നിട്ട് നിങ്ങൾ ആ ഫ്ലോ ഒന്ന് വരച്ചേ, ഇതുപോലെ ഒന്ന് വരച്ചേ, ആ സർക്കിളിലൊന്ന് കൊള്ളിച്ചേ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ മതി കേട്ടോ. ഓക്കെ. എന്നിട്ട് മധ്യപ്രദേശിന്റെ അവിടെ എഴുതാ 1077 കിലോമീറ്റർ എന്ന് എഴുതാം കേട്ടോ. ആ സർക്കിളിന്റെ ഉള്ളില് ഒരുവിധം വലിയ സർക്കിൾ ആയിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. നിങ്ങൾക്കൊരു ധാരണ കിട്ടിയാൽ മാത്രം മതി ഏതൊക്കെ ഇതാണെന്ന് ഒഴുകുന്നതെന്ന് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. മധ്യപ്രദേശ് സർക്കിളിന്റെ അവിടെ എഴുതാ 1077 കിലോമീറ്റർ. പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. 1077 കിലോമീറ്റർ എന്ന് എഴുതാം. ഓക്കെ. ഇനി അതിന്റെ തൊട്ട് താഴെയിട്ട് എഴുതാം ദുവാന്തർ കേട്ടോ. ദുവാന്തർ വാട്ടർഫോൾ എന്ന് എഴുതാം. ദുവാന്തർ വെള്ളച്ചാട്ടം എന്ന് എഴുതാം. ഓക്കെ. ഓക്കെ. അപ്പോ മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്ത് ഈ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടമാണെന്ത്? ദുവാന്തർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഇത് മധ്യപ്രദേശ് കഴിഞ്ഞു. മധ്യപ്രദേശിലൂടെ ഒഴുകി മധ്യപ്രദേശിൽ ഒരു വെള്ളച്ചാട്ടം സൃഷ്ടിച്ചു. അതിനുശേഷം ഇത് ഒഴുകുന്നത് ഏത് സ്റ്റേറ്റിലായിരിക്കും പിന്നീട് വരുന്നേ? ഏതായിരിക്കും സ്റ്റേറ്റ്? മഹാരാഷ്ട്രയിലേക്ക് ഈ നദി വന്നു അല്ലെ, ഒഴുകി വന്നു, മഹാരാഷ്ട്രയിലേക്ക് വന്നു. മഹാരാഷ്ട്രയിൽ ഈ നദി ഒഴുകുന്നത് 74 കിലോമീറ്റർ ആണ് കേട്ടോ. 74 കിലോമീറ്റർ ആണ് മഹാരാഷ്ട്രയില് നർമ്മദ നദി ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത്. അപ്പൊ നേരെ നിങ്ങൾ മഹാരാഷ്ട്രയിലോട്ട് വന്നേ. എന്നിട്ട് എഴുതുക 74 കിലോമീറ്റർ എന്ന് എഴുതാം കേട്ടോ. 74 കിലോമീറ്റർ. 74 കിലോമീറ്റർ എന്ന് എഴുതാം. ഓക്കെ. അപ്പൊ നമ്മൾ ആകെ നീളം പറഞ്ഞത് എത്രയാ? ആകെ നീളം 1312. മധ്യപ്രദേശിലൂടെ ആണെങ്കിൽ എത്രയാ? 1077. അവിടെ സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താ? ഇനി മഹാരാഷ്ട്രയിലേക്കാണ് വരുന്നത്. മഹാരാഷ്ട്രയിൽ എത്ര ദൂരം ഒഴുകുന്നുണ്ട്? 74 കിലോമീറ്റർ ഒഴുകുന്നുണ്ട്. ഇനി നേരെ എങ്ങോട്ടാ വരുന്നേ? മഹാരാഷ്ട്രയിൽ നിന്ന് നേരെ പടിഞ്ഞാറ്റ് എങ്ങോട്ടാ പോണേ? അല്ലേ, ഗുജറാത്ത്. ഗുജറാത്തിലെ നദി ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത് 161 കിലോമീറ്റർ ആണ് കേട്ടോ. 161.
161 കിലോമീറ്റർ ആണ് ഗുജറാത്തില് ഈ നദി ഒഴുകുന്നത്. ഓക്കെ, ഓക്കെ. ഇനി ഗുജറാത്തിൽ ഈ നദി ഒഴുകുന്നുണ്ട്. ഇനി ഗുജറാത്തില് ഒരു പ്രത്യേകതയുണ്ട് ഈ നദിക്ക്, എന്താന്ന് പറയാമോ? രണ്ട് കൈവരിയാവുന്നത് കൈവരികളാണോ? ഗുജറാത്തില് ഫേമസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് നർമ്മദാ നദിയില്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നർമ്മദ ബച്ചാവ് ആന്തോളൻ ഡാമിന്റെ നർമ്മദ സർദാർ സരോവർ ഡാം കേട്ടോ. സർദാർ സരോവർ ഡാം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഗുജറാത്തിലാണ്. അത് നർമ്മദ നദിയില്. അത് ഓർത്ത് വെക്കുക കേട്ടോ. സർദാർ സരോവർ ഡാം പണി കഴിപ്പിച്ചിരിക്കുന്നത് ഗുജറാത്തിലാണ്. ഏത് നദിയിലാണെന്ന് വെച്ചാല് സർദാർ സരോവർ അല്ല, നർമ്മദ നദിയില് സർദാർ സരോവർ ഡാം ആണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നർമ്മദാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന പോഷക നദികൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാണെന്ന്? പ്രധാനപ്പെട്ട പോഷക നദികള് ആർക്കും അറിയില്ലേ? ഇന്ദിര രാജസാഗർ. താവ. താവ ഒരു പോഷക നദിയാണ്. നർമ്മദയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് താവ. ഓക്കെ, ഞാൻ തന്നെ പറയാം. രാജസാഗർ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഞാൻ പറയാം. ഒന്ന് ഹിരൺ. ഹായ് ട്ടോ, സിംഹത്തിന്റെ ഹ. ഹിരൺ, ഷേർ, താവ, ബഞ്ചാൻ കേട്ടോ. ഈ 4 എണ്ണമാണ് പ്രധാനപ്പെട്ടത് കേട്ടോ. ഹിരൺ, ഷേർ, താവ, ബഞ്ചാൻ. പിടികിട്ടിയോ? ഹിരൺ ഉണ്ട്, ഷേർ ഉണ്ട്, താവിണ്ട്, ബഞ്ചാൻ ഉണ്ട്. ഓക്കെ, അതൊന്ന് പഠിക്കാം കേട്ടോ. ഹിരൺ, ഷേർ, താവ, ബഞ്ചാൻ. ഈ 4 എണ്ണമാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ. ഇനി ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? നർമ്മദയുടെ താവ കേട്ടോ. നർമ്മദയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് താവ. ഓക്കെ, താവ. അപ്പൊ ഏതൊക്കെ പോഷക നദികളെ ഞാനിപ്പോ പറഞ്ഞെന്ന് പറഞ്ഞേ നിങ്ങള്? പ്രധാനപ്പെട്ട പോഷക നദികള് നാലെണ്ണം ഓർത്തു വെക്കാം. ഹിരൺ, ഷേർ, താവ, ബഞ്ചാൻ. ഏറ്റവും നീളം കൂടിയ പോഷക നദി താവ. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് നർമ്മദ. ഓക്കെ, ഇന്ത്യയില് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് നർമ്മദ. അപ്പൊ കേരളത്തിലാണെങ്കിലോ? പെരിയാർ. അപ്പൊ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് നർമ്മദയിലാണെങ്കിൽ കേരളത്തില് പെരിയാറിലാണ് കേട്ടോ. അപ്പൊ ഒന്ന് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ നോക്കിയതൊന്ന് പറയാം. ഒന്ന് പറഞ്ഞേ, ഇപ്പൊ ഇത്ര വരെ നിർത്തിയത് നിങ്ങള്? തെക്കൻ പീഠഭൂമിക്കും മാൾവ പീഠഭൂമിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ. മധ്യപ്രദേശിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി. മധ്യപ്രദേശിൽ ആകെ ഒഴുകുന്ന 1312 കിലോമീറ്റർ നീളത്തിലാണ് ഒഴുകുന്നത്. 1077 കിലോമീറ്റർ മധ്യപ്രദേശിലൂടെ നർമ്മദ ഒഴുകുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അത് ദുവാന്തർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ദുവാന്തർ എന്ന പേരിൽ അറിയപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ നർമ്മദ നദി ഒഴുകുന്നത് 74 കിലോമീറ്റർ ആണ്. ഗുജറാത്തില് 161 കിലോമീറ്റർ ആണ് നർമ്മദ ഒഴുകുന്നത്. സർദാർ സരോവർ ഡാം പണി കഴിപ്പിച്ചത് നർമ്മദയിലാണ്. നർമ്മദയുടെ പോഷക നദി താവ, ഹിരൺ, ഷേർ, ബെഞ്ചാൻ. ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് താവ.
ആ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ പണി കഴിച്ചിരിക്കുന്നത് നർമ്മദ നദിയിലാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് കേട്ടോ. പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഡാമുകൾ കേട്ടോ. ഏതൊക്കെ ഡാമാണ് നർമ്മദയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഒന്ന് പറഞ്ഞു സർദാർ സരോവർ കേട്ടോ. അതാണ് ഫേമസ് ആയിട്ടുള്ളത് അല്ലെ. ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് സർദാർ സരോവർ ആണ്. പിന്നെ ഒന്നാണ് ഇന്ദിരാസാഗർ. എക്കോയുണ്ട്. എക്കോ ഉണ്ടോ? ആരും ഇതായിട്ടില്ലല്ലോ, എല്ലാരും മ്യൂട്ട് ആണല്ലോ. എക്കോ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, അപ്പോ അണക്കെട്ടുകൾ എന്ന് പറയുന്നത് സർദാർ സരോവർ ഉണ്ട്, ഇന്ദിരാസാഗർ, ഓംകാരേശ്വർ, കാരേശ്വർ കേട്ടോ. പ്രധാനപ്പെട്ട 4 അണക്കെട്ടുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത് നർമ്മദ നദിയിലുള്ള. 1 സർദാർ സരോവർ, 2 ഇന്ദിരാസാഗർ, 3 ഓംകാരേശ്വർ, 4 കാരേശ്വർ. പിടികിട്ടിയോ? ഒന്നുകൂടി പറയോ? 1 സർദാർ സരോവർ. സരോവർ ഡാം നർമ്മദയിലാണ്. സർദാർ സരോവർ, ഇന്ദിരാസാഗർ, ഓംകാരേശ്വർ, കാരേശ്വർ. ഓക്കെ, സർദാർ സരോവർ, ഇന്ദിരാസാഗർ, ഓംകാരേശ്വർ, കാരേശ്വർ. ഈ 4 കേട്ടോ. ലാസ്റ്റ് ഒന്നുകൂടെ പറയോ? കാരേശ്വർ. നമ്മൾ ഓംകാരേശ്വർ എന്ന് എഴുതിയില്ലേ, അതിനകത്ത് ഓം മാറ്റിയിട്ട് കാരേശ്വർ എന്ന് എഴുതാം. കാരേശ്വർ, കാരേശ്വർ. ഓക്കെ, സർദാർ സരോവർ, ഇന്ദിരാസാഗർ, ഓംകാരേശ്വർ, കാരേശ്വർ. ഓക്കെ, നദികളെന്ന് പറഞ്ഞ പോഷക നദികളുടെ പേര് പറഞ്ഞ നിങ്ങളൊന്ന് ഏതൊക്കെയാ? അണക്കെട്ടുകളുടെ പേര് പറഞ്ഞ അണക്കെട്ടുകള് സർദാർ ഓക്കെ. ഇനി നർമ്മദാ നദിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ കേട്ടോ. നർമ്മദാ നദിയുടെ തീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങള് ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കി, അതിനകത്ത് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നർമ്മദ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ജബൽപൂർ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞാണ് ദുവാന്തർ അല്ലെ, വെള്ളച്ചാട്ടം ജബൽപൂരിലാണ് അല്ലെ. അപ്പൊ ജബൽപൂർ എന്ന് പറയുന്നത് നർമ്മദാ നദിയുടെ തീരത്തെ പ്രധാന പട്ടണമാണ്. കണ്ടോ, നർമ്മദാ നദിയുടെ തീരത്ത് തന്നെയാണ് എന്തുള്ളത്? ജബൽപൂർ എന്ന് പറയുന്ന ആ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇനി വേറൊന്നാണ് ഓംകാരേശ്വർ കേട്ടോ. ഓംകാരേശ്വറും എന്താണ്? ഓംകാരേശ്വർ എന്ന് പറയുന്ന ഡാം ഉണ്ട്, അതുപോലെ തന്നെ ഓംകാരേശ്വർ എന്ന് പറയുന്ന പട്ടണവും ഉണ്ട്. ഓംകാരേശ്വർ എന്ന് പറഞ്ഞ പട്ടണം നർമ്മദാ നദിയുടെ തീരത്താണ്. പിന്നെ ഗോഷങ്കാബാദ് കേട്ടോ. ഗോഷങ്കാബാദ് അതും നർമ്മദാ നദിയുടെ തീരത്തെ പട്ടണമാണ്. അപ്പോ 3 പ്രധാനപ്പെട്ട പട്ടണങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1 ജബൽപൂര്, 2 ഓംകാരേശ്വർ, 3 ഗോഷങ്കാബാദ്. ഈ 3 പട്ടണങ്ങളും നർമ്മദാ നദിയുടെ തീരത്താണ്. അപ്പൊ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ജബൽപൂര്, ഓംകാരേശ്വർ. എന്താ? മാൻഡ്ല ഇല്ലേ? മാൻഡിലോ? ഇല്ല ഇല്ല ഇല്ല. എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ആണല്ലേ. പ്രധാനപ്പെട്ട പട്ടണങ്ങളാണിത് കേട്ടോ. ഞാനിപ്പോ 3 ഉള്ളൂ അല്ലേ? 3 ഉള്ളു കേട്ടോ. ജബൽപൂര്, ഓംകാരേശ്വർ, ഗോഷങ്കാബാദ്. ഓക്കെ. ഇനി അടുത്തത് നർമ്മദാ നദീ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഒന്ന് പറഞ്ഞാരെങ്കിലും. നർമ്മദാ ബച്ചാവോ ആന്തോളൻ. നർമ്മദാ നദീ സംരക്ഷണ ദൗത്യം. നമ്മളൊരു ഗംഗാ സംരക്ഷണ ദൗത്യം പഠിച്ചില്ലേ? ഏതായിരുന്നു അത്? നമാമി ഗംഗ. അതുപോലെ തന്നെ പേരുള്ളതാണ് ഇത്. എന്തായിരിക്കും? നർമ്മദാ ബച്ചാവോ ആന്തോളൻ. അല്ല മോനെ, അതല്ല. നർമ്മദാ ബച്ചാവോ ആന്തോളൻ നമുക്ക് പഠിക്കാനുണ്ട്, അത് വേറെയാണ്. ഇത് നർമ്മദാ നദീ സംരക്ഷണ ദൗത്യമാണ്. ഇത് സർക്കാരിന്റെ, ഗവൺമെന്റിന്റെയാണ്. എന്തായിരിക്കും അപ്പൊ? നമ്മ നമാമി ഗംഗ പഠിച്ചില്ലേ? നമാമി ഗംഗ. നർമ്മദ സേവാ മിഷൻ.
നമാമി ദേവി നർമ്മദ കേട്ടോ. നമാമി ദേവി നർമ്മദ. മറ്റേത് നമാമി ഗംഗയായിരുന്നു അല്ലെ, ഗംഗയുടെ സംരക്ഷണ ദൗത്യം. ഇത് നർമ്മദയുടെ ആവുമ്പോള് നമാമി ദേവി നർമ്മദ. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യേ കേട്ടോ. നർമ്മദ നദീ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് നമാമി ദേവി നർമ്മദ. ഓക്കെ, നമാമി ദേവി നർമ്മദയാണ് നർമ്മദ നദീ സംരക്ഷണ ദൗത്യം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമാമി ദേവി നർമ്മദ. നമാമി ദേവി നർമ്മദ. ഓക്കെ, ഇനി നർമ്മദ നദി അഴിമുഖം സൃഷ്ടിക്കുന്നത് ബറൂച്ചിനടുത്താണ് കേട്ടോ. ബറൂച്ച് ഗുജറാത്തിലാണ്. നർമ്മദ നദി ഇങ്ങനെ ഒഴുകി, അതായത് മധ്യപ്രദേശിലൂടെ ഒഴുകി, മഹാരാഷ്ട്രയിലൂടെ ഒഴുകി, ഗുജറാത്തിലൂടെ ഒഴുകി, അവിടെ വെച്ചിട്ട് ഗുജറാത്തിന്റെ അറബിക്കടലിലേക്ക് പതിക്കുന്ന ആ ഒരു ഭാഗത്ത് എത്തുന്നതിന് മുമ്പായിട്ട് ഈ നദി എന്ത് ചെയ്യും? ഒരു അഴിമുഖം സൃഷ്ടിക്കും. ആ അഴിമുഖത്തിന്റെ പേരാണ് എന്താണ്? ബറൂച്ചിനടുത്താണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെയുള്ളൊരു അഴിമുഖം സൃഷ്ടിക്കുന്നത് കേട്ടോ. ഗുജറാത്തിലെ ബറൂച്ചിനടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നർമ്മദ അഴിമുഖം സൃഷ്ടിക്കുന്നു. അതൊന്ന് എഴുതിയെടുക്കാം കേട്ടോ. നർമ്മദ നദി അഴിമുഖം സൃഷ്ടിക്കുന്നത് ബറൂച്ചിനടുത്താണ്. ഓക്കെ, ബറൂച്ചിനടുത്താണ്. ഇനി അഴിമുഖം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നേ? ഈ നദി അറബിക്കടലില് പതിക്കുന്നത്. ഓക്കെ, അപ്പോ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഗൾഫ് ഓഫ് കമ്പട്ട് എന്നാണ് കേട്ടോ. ഗൾഫ് ഓഫ് കമ്പട്ട്. ഓക്കെ, അപ്പൊ അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശം അറിയപ്പെടുന്നത് ഗൾഫ് ഓഫ് കമ്പട്ട് എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഒന്നുകൂടി ഒന്ന് പറയാം. ഉത്ഭവം തുടങ്ങി പതനം വരെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോ നർമ്മദ എന്ന് പറയുന്ന നദി ഉപദ്വീപിയൻ നദിയാണ്. ഈ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അനുപൂർ ജില്ലയിലെ മൈക്കല മലനിരകൾക്കടുത്തുള്ള അമർഖണ്ഡക് പീഠഭൂമിയിൽ നിന്നാണ്. ഉത്ഭവിച്ച ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? മധ്യപ്രദേശിലൂടെ ഒഴുകുന്നുണ്ട് അല്ലെ. മധ്യപ്രദേശിലൂടെ ഒഴുകുന്നുണ്ട്. അവിടെ ഒഴുകുന്നത് 1077 കിലോമീറ്റർ ആണ്. കൂടാതെ അവിടെ ഒരു വെള്ളച്ചാട്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ദുവാന്തർ. ഓക്കെ, ഇനി അതെന്ത് ചെയ്യുന്നു? മധ്യപ്രദേശിലൂടെ ഒഴുകി കഴിഞ്ഞതിന് ശേഷം മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്നു അല്ലെ. മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്നത് 74 കിലോമീറ്റർ ആണ്. ഇനി അവിടെ നിന്ന് നേരെ പോകുന്നത് ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിൽ ഈ നദി ഒഴുകുന്നത് 161 കിലോമീറ്റർ ആണ്. ഓക്കെ, ഗുജറാത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഡാം ഉണ്ട്. അതിന്റെ പേരാണ് സർദാർ സരോവർ ഡാം. ഓക്കെ, ഇനി ഈ നദികളിൽ വന്നു ചേരുന്ന മറ്റു നദികളാണ് എന്ത്? പോഷക നദികൾ എന്ന് പറയുന്നത് അല്ലെ. അത് പ്രധാനപ്പെട്ടത് 4 ഗുജറാത്തില് എത്ര കിലോമീറ്റർ? 161 കിലോമീറ്റർ കേട്ടോ. 161 കിലോമീറ്റർ. ഓക്കെ, അപ്പൊ ഇതെന്താ? അതായത് ഇപ്പോ മധ്യപ്രദേശിൽ 1077, മഹാരാഷ്ട്രയിൽ 74, ഗുജറാത്തിൽ 161. അങ്ങനെ ടോട്ടലായിട്ട് ഇത് ഒഴുകുന്ന ദൂരം എന്ന് പറയുന്നത് 1312 കിലോമീറ്റർ ആണ്. അങ്ങനെ ഒഴുകുമ്പോഴെന്താണ്? പല നദികള് അതിന്റെ കൂടിച്ചേരുന്നുണ്ട്. പ്രധാനപ്പെട്ടതിന്റെ പോഷക നദികളാണ് ഹിരൺ, ഷേർ, താവ, ബഞ്ചർ. അതിനകത്ത് ഏറ്റവും നീളം കൂടിയ പോഷക നദി എന്ന് പറയുന്നത് താവയാണ്. ഓക്കെ, ഇനി ഗുജറാത്തിൽ ഒഴുകി കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഒഴുകിയിട്ട് എന്ത് ചെയ്യും? ഇത് ഒരു അഴിമുഖം സൃഷ്ടിക്കും. ഗുജറാത്തിൽ തന്നെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഒരു അഴിമുഖം സൃഷ്ടിക്കും. അത് സൃഷ്ടിക്കുന്നത് ബറൂച്ചിനടുത്താണ്. ഗുജറാത്തിലെ ബറൂച്ചിനടുത്താണ്. അഴിമുഖം സൃഷ്ടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ നദി അറബിക്കടലിലേക്ക് പ്രവേശിക്കുന്നത്. നർമ്മദ നദി അറബിക്കടലിൽ പതിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാല് അത് ഗൾഫ് ഓഫ് കമ്പട്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ലാസ്റ്റ് പറഞ്ഞ ഒന്നുകൂടെ പറയോ? അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശമാണോ? അല്ല മാം, അഴിമുഖം സൃഷ്ടിക്കുന്നത്
നർമ്മദാ നദി അഴിമുഖം സൃഷ്ടിക്കുന്നു, ഒരു അഴിമുഖം സൃഷ്ടിക്കുന്നുണ്ട്. അത് ബറൂച്ചിനടുത്താണ് കേട്ടോ. ഗുജറാത്തിലെ ബറൂച്ച് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വെച്ചിട്ടാണ് ഇതൊരു അഴിമുഖം സൃഷ്ടിക്കുന്നത്. അങ്ങനെ അഴിമുഖം സൃഷ്ടിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത് അറബിക്കടലിലോട്ട് പ്രവേശിക്കുന്നത്. ഓക്കെ, മിസ് അറബിക്കടലിൽ പതിക്കുന്ന പ്രദേശത്തെ പ്രദേശം അറിയപ്പെടുന്നത് ഗൾഫ് ഓഫ് കമ്പട്ട് കേട്ടോ. ഗൾഫ് ഓഫ് കമ്പട്ട്. അഴിമുഖത്തിന്റെ പേര് നർമ്മദാ നദി അഴിമുഖം സൃഷ്ടിക്കുന്നത് ബറൂച്ചിനടുത്താണ്. ബറൂച്ച്, PARUCH, ബറൂച്ച്. നിയർ ബറൂച്ച് എന്ന് എഴുതിയാൽ മതി കേട്ടോ. നിയർ ബറൂച്ച്. ഓക്കെ, അപ്പൊ ഞാൻ ഉത്ഭവം തുടങ്ങി പതനം വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. അണക്കെട്ടുകൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട? സർദാർ സരോവർ, ഇന്ദിരാ സാഗർ, ഓംകാരേശ്വർ, കാരേശ്വർ അല്ലെ. ഇനി നർമ്മദാ നദി സംരക്ഷണ ദൗത്യം എന്താ? നമാമി ദേവി നർമ്മദാ സംരക്ഷണ. നമാമി ദേവി നർമ്മദ. ഓക്കെ, നമ്മള് പറഞ്ഞു നർമ്മദാ നദിയിലുള്ള പ്രധാനപ്പെട്ട അണക്കെട്ട് അല്ലെ, പ്രധാനപ്പെട്ട ഡാമാണ് സർദാർ സരോവർ എന്ന് പറയുന്നത്. സർദാർ സരോവർ ഡാം പണി കഴിപ്പിച്ചതിനെതിരെ, അതായത് ആ ഒരു അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച ഒരു പരിസ്ഥിതി സംഘടനയുണ്ട്. ആ സംഘടനയുടെ പേരെന്താ? നേരത്തെ പല പേരുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംരക്ഷണ ദൗത്യം, അതാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. നമ്മുടെ നമാമി ദേവി നർമ്മദ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമാണ് കേട്ടോ. നർമ്മദാ നദീനെ സംരക്ഷിക്കാനുള്ള അവരുടെ ദൗത്യമാണ്, കേന്ദ്ര സർക്കാരിന്റെയാണ്. എന്നാല് ഇതെന്ന് പറയുന്നത് സർദാർ സരോവർ ഡാമിനെതിരെ പ്രക്ഷോഭം ഉന്നയിച്ച സംഘടനയാണത് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. അത് രണ്ടും രണ്ടാണ് കേട്ടോ. അത് ഡിഫറൻസ് ഉണ്ട്. അത് രണ്ടും രണ്ടാണെന്ന് ഓർത്ത് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. അപ്പൊ ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയുടെ പേര് ചോദിച്ചാലാണെന്ന് പറയേണ്ടത് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. കേട്ടോ, പിടികിട്ടിയപ്പോ? മറ്റേത് ഏതായിരുന്നു? നമാമി ദേവി നർമ്മദ എന്തായിരുന്നു? നർമ്മദാ നദി സംരക്ഷണ ദൗത്യം. നർമ്മദാ നദി സംരക്ഷണ ദൗത്യം. ഗംഗയെ പോലെ തന്നെ അതല്ലേ, അല്ലെ? കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളല്ലേ നമാമി ഗംഗ, അവരുടെ ഒരു ദൗത്യമല്ലേ? അതുപോലെ തന്നെയുള്ളതാണ് എന്ത്? നമാമി ദേവി നർമ്മദയോ കേട്ടോ. ആ നമാമി എന്ന് പറയുന്ന ആ ഒരു പേര് വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, ഇനി നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ നേതാവ് ആരാ? നേതാവ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. മേധാ പട്കർ ആണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ നേതാവ്. ഇനി മേധാ പട്കറിന്റെ ഒരു പാർട്ടി ഉണ്ട്. അവർ രൂപീകരിച്ച, അവർ ക്രിയേറ്റ് ചെയ്തൊരു പാർട്ടി ഉണ്ട്. ആ പാർട്ടിയുടെ പേരാണ് പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് കേട്ടോ. പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. മേധാ പട്കർ രൂപീകരിച്ച പാർട്ടി പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് പറയാം. എന്താണ് പ്രത്യേകത? നർമ്മദാ ബച്ചാവോ ആന്തോളന്റെ എന്താ പ്രത്യേകത ഒന്ന് പറഞ്ഞേ. ഈ 3 പോയിന്റുകൾ ഞാൻ പറഞ്ഞൊന്ന് നിങ്ങളൊന്ന് റിപ്പീറ്റ് പറഞ്ഞേ. സർദാർ സരോവർ ഡാം പണി കഴിപ്പിച്ചതിനെതിരായി പ്രക്ഷോഭം നടത്തിയ സംഘടനയാണ് നർമ്മദാ ബച്ചാവോ ആന്തോളൻ. അതിന്റെ മേധാ പട്കർ. നർമ്മദാ ബച്ചാവോ ആന്തോളൻ ഗുജറാത്തിലെ നർമ്മദാ ബച്ചാവോ ആന്തോളൻ ഗുജറാത്തിലെ എന്താ ഷിന്ന എന്താ പറയുന്നേ? അല്ല, ഞാൻ അതിന്റെ ഇത് പറഞ്ഞതാണ്. അത് പറഞ്ഞാണ് അല്ലെ. ഓക്കെ ഓക്കെ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടിനെതിരെ ക്ഷോഭം സംഘടിപ്പിച്ച പരിസ്ഥിതി സംഘടനയാണെന്ത്? നർമ്മദാ ബച്ചാവോ ആന്തോളൻ. നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ നേതാവാണ് മേധാ പട്കർ. മേധാ പട്കർ രൂപീകരിച്ച പാർട്ടിയാണ് പീപ്പിൾ പൊളിറ്റിക്കൽ ഫ്രണ്ട് കേട്ടോ.
അതായത് അവർക്ക് കുറച്ചൊരു പോപ്പുലാരിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ രൂപീകരിച്ചതാണ് അത് ഈ ഒരു പാർട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഇതും ആ ഒരു പാർട്ടിയും ഈ ഒരു സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു കുറച്ച് പോപ്പുലർ ആയപ്പോ എന്ത് ചെയ്തു, ഒരു പാർട്ടി ക്രിയേറ്റ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് നർമ്മദ. ഓക്കെ, കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാണ്? കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. മധ്യപ്രദേശിലല്ലേ? ആ, മധ്യപ്രദേശിലാണ്. ഓക്കെ, കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നർമ്മദയിലാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ചീറ്റപ്പുലികളെ കൊണ്ടുവന്ന ദേശീയോദ്യാനം ഏതാ? നമീബിയൻ ചീറ്റപ്പുലികളെ ഇതിടക്ക് കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ വർഷം എന്തോന്ന് തോന്നുന്നു, 2022, 23 തോന്നുന്നു, 2023 ആണെന്ന് തോന്നുന്നു. ഒരു 9 എണ്ണത്തിന് ഇറക്കുമതി ചെയ്തില്ലേ ആഫ്രിക്കയിൽ നിന്ന്? നമീബിയിൽ നിന്ന് ചീറ്റപ്പുലികളെ കൊണ്ടുവന്നിരുന്നു. അത് ചോദിക്കാൻ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ. ചീറ്റപ്പുലികളൊക്കെ ചത്തു കേട്ടോ കൊണ്ടുവന്നിട്ട്. ഇവിടുത്തെ ഇതുമായിട്ട് ഇണങ്ങുന്നുണ്ടായിരുന്നില്ല അവര്. നമ്മുടെ ഇവിടെ ചീറ്റപ്പുലികള് ഇല്ലല്ലോ, അതായത് അതിന് വംശനാശം സംഭവിച്ചു. അതുകൊണ്ടാണ് അവരെ കൊണ്ടുവന്നത്, ഇറക്കുമതി ചെയ്തത്. പക്ഷെ വിജയിച്ചില്ല ദൗത്യം. ഏത് ദേശീയോദ്യാനത്തിലാ കൊണ്ടുവന്നേ? ഏതാ? കേൾക്കുന്നില്ല, ഒരു കമന്റ് ചെയ്യുന്ന കമന്റ് ചെയ്യ, അറിയാവുന്ന. സ്പീഡ് കൂടുതലാണ്. സ്പീഡ് കൂടുതലാണെന്നോ? ഓ, സ്പീഡ് കൂടുതലാണ്. ആരാ പറഞ്ഞേ? അരുൺ പ്രസാദ് അല്ലേ? അരുൺ പ്രസാദ്. ഓക്കെ, കൂനൂർ ദേശീയോദ്യാനം കേട്ടോ. കൂനൂർ ദേശീയോദ്യാനം. കൂനൂർ ദേശീയോദ്യാനത്തിലേക്കാണ് ആരെ കൊണ്ടുവന്നത്? ഈ ചീറ്റപ്പുലികളെ കൊണ്ടുവന്നത് കേട്ടോ. അത് ചോദിക്കാം, ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. നമീബിയയിൽ നിന്ന് ചീറ്റപ്പുലികളെ കൊണ്ടുവന്ന, ഇന്ത്യയിലെ ചീറ്റപ്പുലികളെ കൊണ്ടുവന്ന ദേശീയോദ്യാനം ഏതാന്ന് ചോദിച്ചാല് അത് കൂനൂർ ദേശീയോദ്യാനം. അതും മധ്യപ്രദേശിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ കൻഹ നമ്മിപ്പോ പഠിച്ചത് എന്താണ്? കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്ന് പറയുന്നത് നർമ്മദയാണ്. ഈ കൻഹ ദേശീയോദ്യാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? കൻഹ ഇതുവരെ കേട്ടിട്ടില്ലേ? ജംഗിൾ ബുക്കിൻ. ജംഗിൾ ബുക്ക് അല്ലെ? അതായത് റുഡ്യാർഡ് ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്കിൽ പരാമർശിച്ചിരിക്കുന്ന ദേശീയോദ്യാനമാണിത്, കൻഹ ദേശീയോദ്യാനം. ഓക്കെ, റുഡ്യാർഡ് ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്കിൽ പരാമർശിച്ചിരിക്കുന്ന ദേശീയോദ്യാനം. എഴുതുന്നുണ്ടോ നിങ്ങള്? എഴുതുന്നുണ്ട്. മിസ് ഒന്നും കൂടി പറഞ്ഞേ. അതായത് ഞാൻ പറഞ്ഞത് കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്ന് പറയുന്നത് നർമ്മദയാണ്. ഓക്കെ, അതായത് നമ്മള് കൻഹ ദേശീയോദ്യാനത്തിന് ചെന്നാല് അവിടെ കാണപ്പെടുന്ന ഇത് തൊട്ടടുത്തായിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട്, അത് നർമ്മദയാണ്. അതാണ് പറയുന്നത് കേട്ടോ. കൻഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം നർമ്മദയാണ്. കൂടാതെ ഈ കൻഹ ദേശീയോദ്യാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് കൻഹ നാഷണൽ പാർക്കിന് ഒരു പ്രത്യേകതയുണ്ട്. റുഡ്യാർഡ് ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്കിൽ പരാമർശിച്ചിരിക്കുന്ന ദേശീയോദ്യാനമാണിത്, കൻഹ നാഷണൽ പാർക്ക്. ഓക്കെ, കൻഹ അതായത് അദ്ദേഹത്തിന്റെ എന്താണ് ആ ഒരു ഇതിൽ കാണാനായിട്ട് കൻഹ ദേശീയോദ്യാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജംഗിൾ ബുക്ക് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോ റുഡ്യാർഡ് ക്ലിപ്പിങ്ങിന്റെ ജംഗിൾ ബുക്കിൽ പരാമർശിച്ചിരിക്കുന്ന ദേശീയോദ്യാനമാണ് കൻഹ നാഷണൽ പാർക്ക്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ജംഗിൾ ബുക്ക് കണ്ടിട്ടില്ലേ? മൗഗ്ലിയുടെ ഇല്ലേ? അതിനകത്തുള്ള ആ ഒരു ദേശീയോദ്യാനം, ആ നാഷണൽ പാർക്കിന്റെ ഇതെന്ന് പറയുന്നത് കൻഹയാണ് കേട്ടോ. കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ്. ഇനി
നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായത് എന്നാണ്. നർമ്മദ നദി, അതായത് ഈ നർമ്മദ നദിയിലെ ജലം പങ്കിടുന്നതിനെ പറ്റി, അതായത് ഏതൊരു നദി ആയാലും എന്താണ് അതിനൊരു തർക്കം ഉണ്ടാവും അല്ലെ, അവിടുത്തെ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റി. കറണ്ട് പോയാരണം കേട്ടില്ല, ഒന്നുകൂടെ പറയുന്നു. ഏതാ മോളെ, കനകദേശീയോദ്യാനാണോ? ഇപ്പൊ പറഞ്ഞത്. കൻഹാ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നർമ്മദാ നദി. ഓക്കെ പറയാം. നർമ്മദാ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടി, ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഏതൊരു നദി ആയാലും അത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നുണ്ടെങ്കിൽ എന്താണ്, സ്വാഭാവികമായിട്ടും ആ നദീജലത്തിന്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് എന്തുണ്ടാകും, തർക്കങ്ങൾ ഉണ്ടാവും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും അവിടുത്തെ സർക്കാരുകൾ തമ്മിൽ. ഓക്കെ, മനസ്സിലായോ? അതായത് ഒരു നദി ഒഴുകുന്നത് എന്താണ്, ഒരു സ്റ്റേറ്റിലൂടെ മാത്രമായിരിക്കില്ല, പല സ്റ്റേറ്റിലൂടെ ഒഴുകും അല്ലെ, അതിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, നോർമൽ ആയിട്ട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും സർക്കാരുകൾ തമ്മിൽ. ഇപ്പോ ഇപ്പൊ കേരളത്തിലൂടെയും തമിഴ്നാട്ടിലൂടെയും ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ എന്താണ്, കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും തമ്മിൽ എന്താണ്, അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു തർക്കങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അതുപോലെ തന്നെ എന്താണ്, ഈ നർമ്മദ നദിക്കും എന്തുണ്ട്, ആ നദീജലത്തിനെ കുറിച്ച് എന്താണ് സ്റ്റേറ്റുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോ അത് മധ്യപ്രദേശിലൂടെയും ഗുജറാത്തിലൂടെയും മഹാരാഷ്ട്രയിലൂടെയും ഒക്കെ ഒഴുകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ 3 സ്റ്റേറ്റുകൾ തമ്മിൽ ഈ നദിയുടെ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, ആ സ്റ്റേറ്റുകൾക്ക് എത്രമാത്രമാണ് ഈ വെള്ളം കിട്ടുന്നത്, കൂടുതലാണോ കുറവാണോ എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തർക്കങ്ങള് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടായി വന്നപ്പോൾ എന്താണ്, സർക്കാർ എന്ത് ചെയ്തു, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു, ഒരു ട്രൈബ്യൂണൽ സ്ഥാപിച്ചു അതിനു വേണ്ടിയിട്ട് കേട്ടോ. അതാണ് ഈ പറഞ്ഞു വരുന്നത്, നോട്ട് ചെയ്തോളൂ കേട്ടോ. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6. ഓക്കെ, 1969 ഒക്ടോബർ 6 നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6. എല്ലാവരും എഴുതിയോ? ഓക്കെ, ഇനി ഈ ഒരു ട്രൈബ്യൂണലിന്റെ ഇപ്പൊ ഈ പറഞ്ഞ നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് വി രാമസ്വാമിയാണ് കേട്ടോ. ജസ്റ്റിസ് വി രാമസ്വാമിയാണ് ഈ ഒരു തർക്ക പരിഹാര ട്രൈബ്യൂണലിന്റെ ഫസ്റ്റ് ചെയർമാൻ. ജസ്റ്റിസ് വി രാമസ്വാമി കേട്ടോ. ജസ്റ്റിസ് വി രാമസ്വാമിയാണ് ഫസ്റ്റ്. ഓക്കെ, ഒന്ന് മ്യൂട്ട് ഒരു മിനിറ്റ്. ഇതൊന്ന് കളഞ്ഞേ, ശബ്ദം ഉണ്ടാക്കണ ഓക്കെ, ഒന്നുകൂടി പറയാട്ടോ. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായത്. നർമ്മദ തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6. 1969 ഒക്ടോബർ 6. ഫസ്റ്റ് ചെയർമാൻ ജസ്റ്റിസ് വി രാമസ്വാമി. ഫസ്റ്റ് ചെയർമാൻ ജസ്റ്റിസ് വി രാമസ്വാമി.
ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ ഒന്ന് പറഞ്ഞേ, നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്താ? നർമ്മദ നദിയിലെ ജലതർക്ക പരിഹാര ട്രൈബ്യൂണൽ നർമ്മദാ ബച്ചാവോ സ്ഥാപിതമായത് 1969 ഒക്ടോബർ 6-ന്. അത് നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ. ഞാൻ പറഞ്ഞത് നർമ്മദാ ബച്ചാവോ ആന്തോളനെ കുറിച്ചിട്ടാണ്. നർമ്മദാ ബച്ചാവോ ആന്തോളൻ അണക്കെട്ടിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച സംഘടന. ഓക്കെ. ആരാണ് സംഘടന? നർമ്മദാ ബച്ചാവോ ആന്തോളന്റെ സംഘടന നേതാവ് ആരാ? ഇനി കൻഹാ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. കൻഹാ ഓക്കെ. എന്താ കൻഹാ ദേശീയോദ്യാനത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ? ജംഗിൾ ബുക്കിംഗ് റുഡ്യാർഡ് കിപ്ലിംഗിന്റെ ജംഗിൾ ബുക്കിൽ പരാമർശിച്ചിരിക്കുന്ന ദേശീയോദ്യാനം. ഓക്കെ, എല്ലാവർക്കും നർമ്മദ ക്ലിയർ ആയില്ലേ? നർമ്മദ കഴിഞ്ഞു കേട്ടോ. ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ജംഗിൾ ബുക്കിന്റെ ഓതറെ പേര് പറയും. റുഡ്യാർഡ് ക്ലിപ്പിംഗ് കേട്ടോ. റുഡ്യാർഡ് ക്ലിപ്പിംഗ്. എന്താണ് മാം എഴുതുന്നില്ലേ? ഇപ്പം പറഞ്ഞു മാം, ഒന്ന് പറയുക. ജംഗിൾ ബുക്കിന്റെ സ്പെല്ലിംഗ് തരാം. RUD റുഡ്യാർഡ് അല്ലേ? YARD റുഡ്യാർഡ്. കിപ്ലിംഗ് KIPPLING കിപ്ലിംഗ്. KIPPLING റുഡ്യാർഡ് കിപ്ലിംഗ്. കിപ്ലിംഗ്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് എക്സാം എഴുതി നോക്കാം. പറയട്ടെ ഞാൻ? അതല്ല ഇന്നലെ ഇട്ടതുപോലെ 10 എണ്ണം. ഇന്നലെ ഇട്ടത് ഞാൻ കുറച്ച് എടുത്തുള്ളൂ, ഇന്നലത്തെയും ഇന്നത്തെയും കൂടി. അപ്പൊ ആ നർമ്മദ നമ്മൾ അങ്ങോട്ട് പഠിച്ച് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഓക്കെ. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. 10 ക്വസ്റ്റ്യൻ തരാം. റിജോ പേന ഒന്നെ പേന. ഇന്നലെ പൂർവഘട്ടവും ആരവല്ലിയൊക്കെ എടുത്തായിരുന്നോ? അത് എക്സാമിന് ഉണ്ടായിരുന്നു ഇന്നലത്തെ ഞാൻ പറഞ്ഞതില്? ഇന്നലെയാണ് എടുത്തല്ലേ? അപ്പൊ ഇന്ന് എടുത്തതാണ് കേട്ടോ. അപ്പൊ എടുക്കുന്നേ ബുക്കൊക്കെ എല്ലാവരും അടിച്ചൊക്കെ വെക്കുക കേട്ടോ. ഒന്ന് എഴുതി നോക്കുക. ആരും ബുക്കൊന്നും നോക്കരുതേ. ഓക്കെ. പറയുന്നത് എനിക്കൊന്നും കേൾക്കുന്നില്ല. സിദ്ധാർത്ഥ, ഒന്നും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഒന്ന് കമന്റ് ചെയ്താൽ മതി. നീ പറയുന്ന ഒന്നും എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ. കമന്റ് ചെയ്യട്ടോ. ഓക്കെ. ഉത്ഭവം എഴുതാം കേട്ടോ. നർമ്മദയുടെ ഉത്ഭവം എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്ഭവം എഴുതാം കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി കേട്ടോ. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ആലോചിച്ചിട്ട് എഴുതാം കേട്ടോ. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി.
ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി? നർമ്മദയുടെ പ്രാചീന കാലനാമം. നർമ്മദയുടെ പ്രാചീന കാലനാമം. നർമ്മദാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം എത്ര ദൂരമാണ് ഒഴുകുന്നത്? ഇത് എഴുതാട്ടോ, ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ അത്. ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഏതാണെന്ന് എഴുതാം. കൂടാതെ എത്ര കിലോമീറ്റർ ആണ് ഒഴുകുന്നതെന്ന് എഴുതാം. ഇനി നർമ്മദാ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണെന്ന് എഴുതാം കേട്ടോ. പോഷക നദികള് എത്ര എണ്ണം ഞാൻ പറഞ്ഞു അത് മൊത്തം എഴുതാം കേട്ടോ. ഇനി 6th ക്വസ്റ്റ്യൻ. നർമ്മദ നദീ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്നത്? നർമ്മദ നദീ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്നത്? നർമ്മദ നദീ സംരക്ഷണ ദൗത്യം അറിയപ്പെടുന്നത്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ. നർമ്മദാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ. നർമ്മദാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ. നർമ്മദാ നദി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. നർമ്മദ എന്ന വാക്കിനർത്ഥം. നർമ്മദ എന്ന വാക്കിനർത്ഥം? ക്വസ്റ്റ്യൻ. മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്ത് ഈ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ പേര്? മധ്യപ്രദേശിലെ ജബൽപൂരിനടുത്ത് ഈ നദി സൃഷ്ടിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ പേര്? നർമ്മദാ നദിയുടെ തീരത്തുള്ള നാഷണൽ പാർക്കിന്റെ പേര്? നർമ്മദാ നദിയുടെ തീരത്തുള്ള നാഷണൽ പാർക്കിന്റെ പേര്? ഓക്കെ, 10 ക്വസ്റ്റ്യൻ ആയിട്ടോ. കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ, പുൽഭവം എന്ന് പറഞ്ഞേ. വൈക്കല മലനിരകളിലെ അമർഗണ്ഡകൾക്ക് അടുത്തുള്ള അമർഗഡിൽ നിന്ന്. ഫുള്ള് എഴുതണം കേട്ടോ. മധ്യപ്രദേശിലെ അനുപൂർ ജില്ലയിലെ ഇനി രണ്ടാമത്തേത് ഏതായിരുന്നു? രണ്ടാമത് ഒഴുകുന്ന ഗോദാവരി. രണ്ടാമത്തേത് ഗോദാവരിയാണ് കേട്ടോ. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഗോദാവരിയാണ് കേട്ടോ. ഗോദാവരി. ഇനി എന്താ പഴയകാല പേര്? ഇനി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് എവിടെയാ? മധ്യപ്രദേശിലാണ്.
എത്ര മധ്യപ്രദേശ് കിലോമീറ്റർ? 1077 കിലോമീറ്റർ. 1077 കിലോമീറ്റർ ഒഴുകുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പോഷക നദികള്. ആ ഹിരൺ, ഷേർ, താവ, ബഞ്ചാൻ അല്ലേ? ഓക്കെ. ഇനി 6th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നർമ്മദാ നദി സംരക്ഷണ ദൗത്യം അല്ലേ? സംരക്ഷണ ദൗത്യം. ഇതേതാ? നമാമി നമാമി ദേവി നർമ്മദ. ഓക്കെ. ഇനി 7ാമത്തേത് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇനി നർമ്മദ എന്ന വാക്കിനർത്ഥം സന്തോഷം സന്തോഷം നൽകുന്നത് അല്ലേ? ഓക്കെ. ഇനി 9th ക്വസ്റ്റ്യൻ ഏതായിരുന്നു? സുഗന്ധർ വെള്ളച്ചാട്ടം നർമ്മദാ നദി ദുവാന്തർ അല്ലേ? വെള്ളച്ചാട്ടം ഏതാണ്? ദുവാന്തർ. നാഷണൽ പാർക്ക് കൻഹ അങ്ങനെ നർമ്മദാ നദിയുടെ നാഷണൽ പാർക്ക് കൻഹ ദേശീയോദ്യാനം. കൻഹ നാഷണൽ പാർക്ക് ആണ്. ഓക്കെ. എല്ലാവർക്കും കിട്ടിയില്ലേ? എല്ലാവർക്കും മാർക്കില്ലേ? നോക്കിയോ? കിട്ടി. എല്ലാവർക്കും 10 ഉണ്ടോ? മാം ഒന്ന് 9ാമത്തെ പറയോ? എനിക്ക് 9ാമത്തെ ഇല്ല 9ാമത്തെ ദുവാന്തർ. മാം 9ാമത്തെ ഒന്ന്. 9ാമത്തെ കിട്ടിയില്ല എന്നല്ലേ? ദുവാന്തർ. ഓക്കെ. എല്ലാവർക്കും മാർക്ക് ഉണ്ട് അല്ലേ? ഓക്കെ. വെരി ഗുഡ്. മാം 3ാമത്തെ ക്വസ്റ്റ്യൻ പ്രാചീന കാലം നാമം. ദേവ. ഓക്കെ. അപ്പൊ ഇതുപോലെ തന്നെ ഒന്നുകൂടി വായിച്ചു നോക്കുക കേട്ടോ. തന്നിരിക്കുന്ന മാപ്പ് നോക്കി തന്നെ പഠിക്കാനായിട്ട് നോക്കുക. ഗൂഗിളിലൊക്കെ ഉണ്ടാവും. എന്താ മീരക്ക് എത്ര മാർക്കുണ്ട്? മീര ഇല്ല, ഇവിടെ പോയോ? നർമ്മദ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അത് തെറ്റാണ് എന്റെ. സന്തോഷം നൽകുന്നത് കേട്ടോ. പ്രാചീന കാലമാണ് രേവ. അർത്ഥം സന്തോഷം നൽകുന്നത് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അടുത്തത് തപ്തിയാണ്. തപ്തി എടുക്കും. നദികളാണ് എടുക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു ഔട്ട്ലൈനിങ് വരച്ചിട്ട് വെക്കുക കേട്ടോ. മാപ്പ് ആലോചിക്കാന്നോ? വരയ്ക്കാമെന്ന്. ഓക്കെ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരയ്ക്കുക കേട്ടോ. ഔട്ട്ലൈൻ വരച്ചിട്ട് വന്നാൽ മതി. അപ്പൊ കൂടുതൽ എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. താങ്ക് യു. ഇപ്പൊ തന്നെ അടുത്ത ക്ലാസ് ഉണ്ടാവോ മാത്സിന്റെ? എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് വന്ന ക്ലാസ് കാരണോ ചോദിച്ചോ. നാളെ ഉണ്ടാവും. നാളെ ഉച്ച 2 മണിക്ക്. ഇനി വേറെ ക്ലാസ് ഒന്നും ഉണ്ടാവില്ലല്ലോ? ഇന്ന് വേറെ ക്ലാസ് ഇല്ല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നാളെയാണ്. ഓക്കെ.